2003 ഏകദിന ലോകകപ്പിന്റെ ഫൈനൽ മത്സരം. ഇന്ത്യയിലെ മുഴുവൻ ക്രിക്കറ്റ് പ്രേമികളും ആഗ്രഹിച്ചിരുന്നത് പ്രബലരായ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ കിരീടം സ്വന്തമാക്കണമെന്നായിരുന്നു. അതുതന്നെയായിരുന്നു പ്രേംനാഥ് കോഹ്ലി എന്ന ആ ഡൽഹിക്കാരന്റെയും ആഗ്രഹം. എന്നാൽ ഫൈനലിൽ ഇന്ത്യ ദയനീയമായി പരാജയപ്പെട്ടതോടെ അദ്ദേഹം നിരാശനായി. തന്റെ പിതാവിന്റെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർ തുടച്ചുകൊണ്ട് ആ കൊച്ചുകുട്ടി ഇങ്ങനെ പറഞ്ഞു, ഒരു നാൾ ആ കിരീടം ഞാൻ സ്വന്തമാക്കും, എന്നിട്ട് എന്റെ രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കും. ആ ദൃഢമായ വാക്കുകളുടെ പേരായിരുന്നു വിരാട് കോഹ്ലി. തന്റെ പിതാവിനായി അവൻ നേടിയെടുത്ത കിരീടങ്ങളായിരുന്നു കോഹ്ലി എന്ന താരത്തെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ നട്ടെല്ലാക്കി മാറ്റിയത്. ഇത് അവന്റെ കഥയാണ്. കോഹ്ലി ദ അൺടോൾഡ് സ്റ്റോറി. 1988 നവംബറിൽ പ്രേംനാഥ് കോഹ്ലിയുടെയും സരോജ് കോഹ്ലിയുടെയും മകനായി ഡൽഹിയിലായിരുന്നു വിരാട് ജനിച്ചത്. ഒരു സാധാരണ കുടുംബത്തിൽ ജനനമെടുത്ത വിരാടിന് വികാസ് എന്നൊരു മൂത്ത ജ്യേഷ്ഠനും ഭാവന എന്ന സഹോദരിയും ഉണ്ടായിരുന്നു. ചെറുപ്പം മുതൽ ക്രിക്കറ്റിനോട് അടങ്ങാത്ത ആവേശമാണ് വിരാട് കാട്ടിയിരുന്നത്. കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി തെരുവുകളിലെ കൂട്ടുകാർക്കൊപ്പം മൈതാനത്തിറങ്ങി വെടിക്കെട്ട് തീർക്കാൻ കൊച്ചു കോഹ്ലി ശ്രമിച്ചു. തന്റെ മകന്റെ ഇത്തരത്തിലുള്ള കഴിവുകൾ പലരിൽ നിന്നും കേട്ടറിഞ്ഞ ആ പിതാവ് അവനുവേണ്ടി നിലകൊള്ളാൻ തീരുമാനിച്ചു. വളർന്നുവരുന്ന തന്റെ മകനെ നല്ലൊരു ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർക്കുകയും രാജ്യത്തിനായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണമെന്ന് അദ്ദേഹം മനസ്സിൽ നിശ്ചയിച്ചു. അങ്ങനെ വിരാട് കോഹ്ലിക്ക് 9 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വെസ്റ്റ് ഡൽഹിയിൽ ആദ്യമായി പരിശീലനത്തിനായി എത്തുന്നത്. തങ്ങളുടെ താമസ സ്ഥലത്ത് നിന്ന് ദിവസവും ഒരുപാട് ദൂരം യാത്ര ചെയ്താണ് ആ പിതാവ് വിരാട് കോഹ്ലിയെ പരിശീലന സ്ഥലത്ത് എത്തിച്ചിരുന്നത്. തന്റെ മകന്റെ ഭാവിക്ക് വേണ്ടി എല്ലാ തിരക്കുകളും മാറ്റിവെക്കാൻ പ്രേംനാഥ് തയ്യാറായിരുന്നു എന്നതാണ് വസ്തുത. അങ്ങനെ നിരന്തരമായ പരിശീലനത്തിലൂടെ കോഹ്ലി എന്ന കൊച്ചുമിടുക്കൻ വളരുകയായിരുന്നു. ഡൽഹിക്കായി അണ്ടർ 15 ടീമിൽ കളിക്കാനുള്ള അവസരം കോഹ്ലിക്ക് ലഭിച്ച ശേഷം അണ്ടർ 17 ടീമിലും മികച്ച പ്രകടനം കോഹ്ലി കാഴ്ചവെച്ചു. 2003-2004 വിജയ് മർച്ചന്റ് ട്രോഫിയിൽ അണ്ടർ 17 ഡൽഹി ടീമിനായി ഉയർന്ന സ്കോർ നേടുന്ന താരമായി കോഹ്ലി മാറുകയുണ്ടായി. ഇതിനിടെ കോഹ്ലിക്ക് രഞ്ജി ടീമിലേക്കും വെളിയെത്തി. കർണാടക ടീമിനെതിരായ ഡൽഹിയുടെ മത്സരത്തിലാണ് വിരാടിന് രഞ്ജി കളിക്കാൻ അവസരം ലഭിച്ചത്. ഡൽഹി ടീമിനായി മത്സരത്തിന്റെ ആദ്യ ദിവസം 40 റൺസ് നേടിയാണ് വിരാട് കോഹ്ലി വീട്ടിലേക്ക് മടങ്ങിയത്. പക്ഷെ വീട്ടിലെത്തിയ ശേഷം തന്റെ പിതാവിന്റെ ആരോഗ്യ സാഹചര്യങ്ങൾ കണ്ട് വിരാട് ഞെട്ടുകയുണ്ടായി. സ്ട്രോക്ക് വന്ന കിടപ്പിലായ തന്റെ പിതാവ് മരണത്തോട് മല്ലടിക്കുന്നതാണ് കോഹ്ലി അന്നത്തെ രാത്രി കണ്ടത്. അർദ്ധരാത്രിയിൽ ആ മിഡിൽ ക്ലാസ് കുടുംബത്തെ വിട്ട് പ്രേംനാഥ് കോഹ്ലി യാത്രയാവുകയായിരുന്നു. വിരാടിന്റെ കയ്യിൽ കിടന്നാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഈ കാരണത്താൽ തന്നെ രഞ്ജി ട്രോഫിയുടെ അടുത്ത ദിവസത്തെ മത്സരത്തിലേക്കായി മറ്റൊരു താരത്തെ പകരക്കാരനായി ഇറക്കാൻ ഒഫീഷ്യൽസ് തീരുമാനിച്ചു. പക്ഷെ തന്റെ പിതാവിന്റെ വലിയ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വിരാട് തീരുമാനിച്ചിരുന്നു. പകരക്കാരെ അന്വേഷിക്കേണ്ട, ഞാൻ തന്നെ മൈതാനത്തിറങ്ങുമെന്ന് ഒഫീഷ്യൽസിനോട് കോഹ്ലി വിളിച്ചു പറഞ്ഞു. നിറകണ്ണുകളുമായി കോഹ്ലി രഞ്ജി ട്രോഫി കളിക്കാനെത്തി. മത്സരത്തിൽ 90 റൺസ് നേടാൻ കോഹ്ലിക്ക് സാധിച്ചു. ഇതിനുശേഷമാണ് കോഹ്ലി പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. തന്റെ പിതാവ് നൽകിയ വലിയ ഓർമ്മകൾ മുന്നിൽ കണ്ടാണ് കോഹ്ലി തന്റെ ക്രിക്കറ്റ് കരിയർ വളർത്തിയത്. ഇന്ത്യൻ ടീമിനെ അണ്ടർ 19 ലെവലിൽ പ്രതിനിധീകരിക്കാൻ സാധിച്ചതാണ് വിരാട് കോഹ്ലിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്രേക്കിംഗ് പോയിന്റ് ആയത്. 2008 അണ്ടർ 19 ലോകകപ്പ് ടീമിന്റെ നായകനായിരുന്നു വിരാട്. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് ടീമിനെ വിജയത്തിലെത്തിക്കാൻ കോഹ്ലിക്ക് സാധിച്ചു. ഇതോടെ കോഹ്ലിയുടെ മുൻപിലേക്ക് അവസരങ്ങൾ എത്തുകയായിരുന്നു. 2008 ഇന്ത്യയെ ഏകദിന മത്സരത്തിൽ പ്രതിനിധീകരിക്കാനും കോഹ്ലിക്ക് അവസരം ലഭിച്ചു. ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ സച്ചിനും സെവാഗിനും ഒരേ സമയം പരിക്കുപറ്റിയ സാഹചര്യത്തിലായിരുന്നു ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തിയ വിരാട് കോഹ്ലിയെ ഏകദിനത്തിലേക്ക് ഇന്ത്യ ക്ഷണിച്ചത്. അതൊരു വലിയ തീരുമാനം തന്നെയായിരുന്നു. തന്റെ ആക്രമണ ശൈലിയിലുള്ള സ്കോറിംഗ് മികവ് പുറത്തെടുക്കാൻ കോഹ്ലിക്ക് സാധിച്ചു. ഇത് ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലായി മാറി. പിന്നീട് ഇന്ത്യൻ ടീമിന്റെ നട്ടെല്ലായി മാറാൻ കോഹ്ലിക്ക് അധിക സമയം വേണ്ടി വന്നില്ല. 2011 ഏകദിന ലോകകപ്പ് ഇന്ത്യ സ്വന്തമാക്കുമ്പോൾ പ്രധാന ഘടകമായി കോഹ്ലിക്ക് മാറാൻ സാധിച്ചു. പിന്നീട് ധോണി നായകനായ 2013 ചാമ്പ്യൻസ് ട്രോഫി വിജയ ടീമിലും കോഹ്ലി ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു. ഏകദിന ക്രിക്കറ്റിലെ മികച്ച പ്രകടനത്തോടെ 2013 1-ാം നമ്പർ ബാറ്ററായി മാറാൻ കോഹ്ലിക്ക് സാധിച്ചു. പിന്നീട് 2014 ഇന്ത്യയുടെ 2020 ക്രിക്കറ്റിലെ ഉപനായകനായി കോഹ്ലിയെ തിരഞ്ഞെടുക്കുകയായിരുന്നു. പ്രസ്തുത വർഷത്തെ 2020 ലോകകപ്പിൽ മികച്ച ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചു. ടൂർണമെന്റിൽ കോഹ്ലി താരമായി മാറുകയും ചെയ്തു. പിന്നീട് മഹേന്ദ്ര സിംഗ് ധോണി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് തന്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുകയും കോഹ്ലിയെ ഇന്ത്യ ടെസ്റ്റ് നായകനായി ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. ഇതിനിടെ ഏകദിന ക്രിക്കറ്റിൽ ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമാക്കാൻ കോഹ്ലിക്ക് സാധിച്ചിരുന്നു. ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയിൽ 7000 റൺസ് സ്വന്തമാക്കുന്ന താരമായും 25 സെഞ്ചുറികൾ നേടുന്ന താരമായും മാറാൻ കോഹ്ലിക്ക് സാധിച്ചു.
പിന്നീട് 2016 ഏഷ്യ കപ്പിൽ ഇന്ത്യ വിജയകിരീടം ചൂടിയപ്പോൾ പ്രധാന പങ്കുവഹിച്ചത് കോഹ്ലിയുടെ ബാറ്റിംഗ് ആയിരുന്നു. ഇതിനുശേഷം ഇന്ത്യയുടെ മുഴുവൻ സമയ നായകനായി വിരാട് കോഹ്ലി മാറുകയായിരുന്നു. കൃത്യമായ രീതിയിൽ പരമ്പരകളിൽ ഇന്ത്യയെ നയിക്കാൻ കോഹ്ലിക്ക് സാധിച്ചു. ആക്രമണ മനോഭാവമുള്ള പെരുമാറ്റമാണ് കോഹ്ലിയെ മൈതാനത്ത് വ്യത്യസ്തനാക്കിയത്. തന്റെ വികാരങ്ങളെ കൃത്യമായി മൈതാനത്ത് പുറത്തുകാട്ടാനും ഓരോ പ്രതികാരങ്ങളും ബാറ്റ് ഉപയോഗിച്ച് തീർക്കാനും വിരാട് കോഹ്ലിക്ക് സാധിച്ചു. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാര്യമായിരുന്നു. 2021 T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ മികച്ച രീതിയിൽ നയിക്കുന്നതിൽ വിരാട് കോഹ്ലി പരാജയപ്പെട്ടു. ടൂർണമെന്റിന്റെ ആദ്യ റൗണ്ടിൽ തന്നെ ഇന്ത്യ പുറത്തായതോടെ വിരാട് കോഹ്ലി T20 നായകസ്ഥാനം ഉപേക്ഷിക്കുകയുണ്ടായിരുന്നു. പിന്നീട് 2022 ടെസ്റ്റ് നായകസ്ഥാനം രോഹിത് ശർമ്മയ്ക്ക് കൈമാറാനും കോഹ്ലി തയ്യാറായി. ഇതിനുശേഷം പൂർണ്ണമായും തന്റെ ബാറ്റിംഗിൽ മാത്രമാണ് കോഹ്ലി ശ്രദ്ധിച്ചിരുന്നത്. 2024 ഇന്ത്യ T20 ലോകകപ്പ് കിരീടം സ്വന്തമാക്കുന്ന സമയത്ത് പ്രധാന താരങ്ങളിൽ ഒരാൾ കോഹ്ലി തന്നെയായിരുന്നു. ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിൽ മറ്റു ബാറ്റർമാർ പൂർണ്ണമായും മുട്ടുകുത്തിയ സാഹചര്യത്തിൽ കോഹ്ലിയുടെ ഒരു ഒറ്റയാൾ പോരാട്ടം കാണുകയുണ്ടായി. ഫൈനലിൽ 59 പന്തുകളിൽ 76 റൺസ് നേടി കോഹ്ലി ഇന്ത്യക്ക് കിരീടം നേടിക്കൊടുത്തു. ഇതിന് പിന്നാലെ രോഹിത് ശർമ്മയ്ക്കൊപ്പം കോഹ്ലിയും T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിക്കുകയായിരുന്നു. 2025 ചാമ്പ്യൻസ് ട്രോഫിയിലും വിരാട് കോഹ്ലിയുടെ കരുത്ത് എല്ലാവരും കാണുകയുണ്ടായി. പാകിസ്ഥാനെതിരായ മത്സരത്തിൽ ഒരു കിടിലൻ സെഞ്ചുറി നേടി 6 വിക്കറ്റുകളുടെ വിജയം ഇന്ത്യക്ക് നേടിത്തരാൻ കോഹ്ലിക്ക് സാധിച്ചു. ഇതിനിടെ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനായി എല്ലാ സീസണുകളിലും വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെച്ച് എല്ലാവരെയും കോഹ്ലി ഞെട്ടിച്ചിരുന്നു. 2025 മെയ് 12 കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നുള്ള തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചത്. യുവതാരങ്ങൾക്ക് അവസരം ലഭിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് താൻ ഇപ്പോൾ വിരമിക്കുന്നതെന്നായിരുന്നു കോഹ്ലി പറഞ്ഞത്. ഇതൊരു യുഗാന്ത്യമായാണ് ലോക ക്രിക്കറ്റ് ആരാധകർ വിലയിരുത്തിയത്. അന്നുവരെ ഇന്ത്യൻ ടീമിൽ സച്ചിനെ മാത്രം ആരാധിച്ച ഒരു കൂട്ടം ആരാധകർക്ക് പുതുജീവൻ നൽകിയ താരം തന്നെയായിരുന്നു വിരാട് കോഹ്ലി. മൈതാനത്തെത്തുന്ന ആദ്യ ബോൾ മുതൽ എല്ലാ ആവേശവും കോഹ്ലിയുടെ കണ്ണുകളിലുണ്ടായിരുന്നു. ഇന്ത്യൻ ടീം സ്വപ്നം കണ്ട എല്ലാ കിരീടങ്ങളും സ്വന്തമാക്കിയ ശേഷമാണ് വിരാട് കോഹ്ലി എന്ന അധികായൻ T20 ടെസ്റ്റ് ഫോർമാറ്റുകളിൽ നിന്ന് വിടവാങ്ങിയത്. ഒന്നുമല്ലാതെ ഇന്ത്യൻ ടീമിലെത്തിയ വിരാട് കോഹ്ലി ഇപ്പോൾ ഒരു ജനതയുടെ എല്ലാമാണ്. ടീമിലേക്ക് വരുന്ന പുതിയ താരങ്ങൾക്ക് എല്ലാ തരത്തിലും മാതൃകയാവാനും കോഹ്ലിക്ക് കഴിയുന്നു. നമ്മളെ വിജയിപ്പിക്കുന്നത് നമ്മുടെ ഇച്ഛാശക്തിയാണ് എന്നതിന് വലിയ ഉദാഹരണമായി വിരാട് കോഹ്ലിയെ കാണാൻ സാധിക്കും.